മണിമുത്തും പൊന്നിന്റെ ഉടവാടുണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളിച്ചെല്ല ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളിച്ചെല്ല ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ. काले रंग दा परांदा मेरे सज्जना ने आंदा सोनिए, ओ मैं पप्पा पार नच्चा मेरे यार सोनिए, ए सदके मैं जावा सोनिए, नी हाय लख बार सोनिए, ओ जिंद तेरे नाम नी सोनिए, ओ निरा तेरा जानी सोनिए. ഒരു കിങ്ങിണി കാറ്റ് വന്ന് കിന്നരം മീട്ടി അരികെ, ഒരു ചിങ്കിരി ചൂളമിട്ട് ചിന്തുണർത്തുന്നു പതിയെ, മഞ്ഞണി പാടമകലെ പുഞ്ചിരി ചേലിലുണരെ, ഓ ചോളം കൊയ്ത് കുറുകൂ തെന്നലെ, ഈ പഞ്ചാബിന്റെ കുളിരും നെഞ്ചമേ. സോണിയ ക്യാ ബാത് ഹേ, എന്നതായിരുന്നു സോണിയുടെ പെർഫോമൻസ്? നൈസ് 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 നൈസ്, നന്നായിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഈ സ്റ്റെപ്പ് ചെയ്യുമായിരുന്നെങ്കിലും ഇവരിവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു വർക്ക്ഔട്ട് രീതിയിൽ മുന്നോട്ടേക്ക് പോയി. വിത്ത് ദിസ് ലെറ്റ്സ് വെൽക്കം പ്രേക്ഷകരെ. ദിസ് ഇസ് ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ് കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ട്രൂപ്പ് തുടങ്ങാം കേട്ടോ. രാവിലെ പരിപാടി പിടിച്ചാൽ മതി, അപ്പൊ എക്സസൈസുമായി പേയ്മെന്റ് കിട്ടും. കാണുമ്പോ ഇത്രയുള്ളൂ, നമ്മൾ അരമണിക്കൂർ നിർത്താൻ ചെയ്തോണ്ടിരിക്കും. അല്ല, ഒരു കാര്യം പറയട്ടെ, അവിടെ ഇരുന്നപ്പോ ഇവരുടെ ഈ എനർജിയും ഇവരുടെ കോർഡിനേഷനും, നിങ്ങളെല്ലാം ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ആൾക്കാരെ കണ്ടപ്പോ എനിക്ക് തോന്നി നമ്മൾ അങ്ങനെ മോശമാണെന്ന് നമുക്ക് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്ക് വേണ്ടി ഒരു കൈയടി. ഓക്കെ, രാജേഷ് മാസ്റ്റർ, നമുക്ക് രാജേഷ് മാസ്റ്ററിന്റെ ഇൻസ്റ്റാ പേജും അല്ലെങ്കിൽ അതിലെ റീൽസും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ നിങ്ങളുടെ ജിമ്മിന്റെ പേര് എന്നാ ശരിക്കും? റീഷേപ്പ് ഫിറ്റ്നസ് സെന്റർ. റീഷേപ്പ് ഫിറ്റ്നസ് സെന്റർ തൃശ്ശൂരിലാണ് അല്ലേ? പെരുമ്പിളിശ്ശേരി, ചേർപ്പ് പെരുമ്പിളിശ്ശേരി, തൃശ്ശൂർ പ്രയർ റൂട്ട്. ഓക്കെ, ഇപ്പൊ എത്രത്തോളം ആൾക്കാരുണ്ട് അവിടെ? 60 പേരും മുകളിലുണ്ട്. മാസ്റ്ററെ, ഈ വയർ കുറയ്ക്കാൻ പറ്റിയ 2 സ്റ്റെപ്പ് എനിക്കൊന്ന് കാണിച്ചു തരൂ. വയർ കുറയ്ക്കാനല്ലോ, നമുക്ക് അത് വയറും കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഫിറ്റ്നസ് തടി കൂടിയിരുന്നോണ്ട് ഫിറ്റ് അങ്ങനെയൊന്നും ഇല്ല. വയറുണ്ട് നമുക്ക് എല്ലാ വീടും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. സിക്സ് പാക്കിന്റെ ഒരു ക്യാരക്ടർ വന്നു, അപ്പൊ അത് ചെയ്യാൻ വേണ്ടി വയർ കുറയ്ക്കാൻ അത് കുഴപ്പമില്ല. 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ബാക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണല്ലേ? ചെറിയ കഷ്ടപ്പാടൊന്നുമില്ല, വലിയ കഷ്ടപ്പാടാണ്. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റീഷേപ്പ് ആകണം എന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഒരു എത്ര നാള് ഒന്ന് കഠിനാധ്വാനം ചെയ്തൊന്ന് റീഷേപ്പ് ആവാൻ പറ്റും? ഇപ്പൊ ചേട്ടന്, എനിക്ക്, ശ്രീക്ക് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഒരു 20 കിലോ അടുത്ത് 4 മാസം കൊണ്ട് കുറച്ചുണ്ട്. 20 കിലോ 4 മാസം കൊണ്ട് കുറച്ചോ? അതിലുണ്ട്, ഇൻസ്റ്റ പേജിൽ ഫോട്ടോ ഉണ്ടായിരിക്കുന്നുണ്ട്. 20 കിലോ, അപ്പൊ അത്രയും ഡിറ്റർമൈൻഡ് ആയിരിക്കണം നമ്മൾ. ഇനി ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? ഡയറ്റ് ചെയ്യാണ്ട് പറ്റില്ല, നമുക്ക് ഫുഡ് അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാനേ കൺട്രോൾ ചെയ്യാം. ഫുഡ് ഭയങ്കര കൺട്രോൾ ചെയ്യണം. എങ്ങനെ നമുക്ക് വയർ കുറയ്ക്കാം? നമുക്ക് ആവശ്യത്തിനുള്ള കഴിക്കുക, ആവശ്യത്തിന് കഴിച്ചാൽ മതിയെന്നുള്ളോ. മനസ്സെന്ന് അറിയണത്ര കഴിച്ചാൽ ശരിയാവില്ല. എല്ലാ ആവശ്യത്തിന് കഴിച്ച് നിർത്തുക. എന്നും നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നമ്മള് താങ്ങിട്ട് വേണം. ഇങ്ങനെ രസമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല. ഞാൻ 7 കൊല്ലം ഇത് തന്നെ ചെയ്തോണ്ട് ദിവസം 3 മണിക്കൂർ ചെയ്യും. ഞാൻ 3 ക്ലാസ് എടുക്കും. നിങ്ങൾ എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. ഈ തുടക്കം അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ബോംബെയിലൊന്ന് പിടുത്തം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പിള്ളേരെ ഇങ്ങോട്ടേക്ക് ഇറക്കണ്ടേ? ഇനി പിന്നെ ചിരിപ്പിക്കാനല്ലേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ കൊടുക്കാൻ ഇങ്ങനെ ഒരു പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ആദ്യം ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി ഓൺ ആക്കിയിട്ട് ചിരിയുടെ സ്കിറ്റുകൾ ഓരോന്നായിട്ട് ഇറക്കാം. പ്രേക്ഷകർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവുകയാണ്. ചിരിക്കാൻ റെഡി ആയിക്കോ, അതാ സ്കിറ്റ് വരും.
എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ആ. ഏതക്ഷരമാണ്? ഏതക്ഷരം? ആഹാ, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു ആനന്ദം, അഭിമാനം. പിന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാം ജന്മം നൽകിയ അച്ഛനും അമ്മയുടെയും ആദ്യ അക്ഷരം ഏതാ? ആ. ഇതെല്ലാം പറയാൻ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ അമൃത ടിവിയിലും ഉണ്ടൊരാ, സ്നേഹനിധിയായ അമൃതാനന്ദമയി അമ്മയിലും ഉണ്ട് 2 ആ. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 അഖിലുമാരിലും ഉണ്ട് ആ. അല്ല അപ്പൊ നമുക്കൊന്നുമില്ലേ? ഉണ്ടല്ലോ. ഇവിടെ നിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന അറിവില്ലായ്മയിലും ഉണ്ട് ആ. പിന്നെ അതൊക്കെ പോട്ടെ, നമ്മളെ ഡയറക്ടർ അനൂജ് സാറിലും ഉണ്ട് ആ. അനൂജ് സാർ എന്താ പറയുന്നേ? ആക്ഷൻ, അതിലും ഉണ്ട് ആ. അപ്പൊ ആയെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അസ്തമിച്ചാലും അവസാനിക്കത്തില്ല. അത്രയ്ക്കുണ്ട് ആയുടെ പുരാണം കേട്ടോ. അമ്മില്ലേ അമ്മില്ലേ മലയാള വാക്കിൽ അമ്മില്ലേ. ആരാ സമരം ചെയ്യണം? സമരം ആരാ? അത് ഞാനാടാ. അമ്മ. അമ്മില്ലേ അമ്മില്ലേ മലയാള വാക്കിൽ അമ്മില്ലേ. 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 ഒന്ന് നിർത്താമോ? നീ വിഷമിച്ച് സമരം ചെയ്യുവാണോ ആനന്ദിച്ച് സമരം ചെയ്യുവാണോ? അല്ലല്ല, എൻട്രി പഞ്ച് വിഷമിച്ചു വന്ന അത് പോവൂലേ, അതുകൊണ്ട് പഞ്ചിന് വേണ്ടി ഞാൻ അടിച്ചു പൊളിച്ചു വന്നത്. പക്ഷെ വിഷമം തന്നെയാണ്. എന്തിനാ നിനക്ക് ഇത്ര വിഷമം? മലയാള ഭാഷയിൽ ഇത്രയും അക്ഷരം ഉണ്ടായിട്ടും ഈ അമ്മ എന്ന അക്ഷരം എവിടെയാ ഉപയോഗിക്കുന്നത്? ആകെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. എവിടാ? അംബുജം. വേറെ ഉപയോഗിക്കുന്നുണ്ട്. എവിടെ? അംബുജം നടന്നു, അംബുജം ഇരുന്നു, അംബുജം ചിരിച്ചു, അംബുജം കഴിച്ചു. ഇനി വേണമെങ്കിൽ പറഞ്ഞു. അതൊക്കെ ആ ഒരൊറ്റ അംബുജല്ലേ? ശരിയാണ്, ഒരു ഒറ്റ അംബുജത്തിന് വെച്ച് കളിക്കുവാണല്ലേ അവൻ? അതെ. അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ എത്രയൊക്കെ വിഷമം പറഞ്ഞാലും നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് എന്തെല്ലാം ജോലി ചെയ്താലും നിന്റെ ഒരു വാക്ക് കേൾക്കുന്ന ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം വരും. അതേത് വാക്ക്? ശമ്പളം. അതിലായില്ല, ഈ 0 മാത്രമേ ഉള്ളൂ. 0 കൂടുമ്പോഴാണ് ശമ്പളം കൂടുന്നത്. 0 കൂടുമ്പോഴാണ് ശമ്പളം കൂടുന്നതെന്ന്. അത് ശരിയല്ലേ? അത് മാത്രമല്ല, മലയാള സിനിമയിൽ ഒരു നടൻ ഉണ്ടായിരുന്നേ, സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നിന്നെ ചേർത്ത് പുള്ളി ഒരുപാട് നിനക്ക് പ്രൊമോഷൻ തന്നിട്ടുണ്ട്. അതാര്? പുള്ളി ഇപ്പൊ നമ്മളെ വിട്ടു പോയി. കലിംഗ ശശി. അത് കറക്റ്റ്, അത് അമ്മിന്റെ ആളാണ്. അത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ അതെ എന്തുവാടാ വാക്കുകളിലെ അമ്മില്ല. കരച്ചില്ലെങ്കിൽ അമ്മ കുത്തി കേറ്റാന്ന് വിചാരിച്ചു. അല്ലല്ല, ശവത്തിലും അമ്മ ഉണ്ടെന്ന് പറഞ്ഞതാ. ശവത്തില് ഞാൻ സൈലന്റ് അല്ലേ? എടാ, എല്ലാരും ശവമാവുമ്പോഴാണ് സൈലന്റ് ആവുന്നത്. ഇതൊരു കാര്യമുണ്ട്, ഇവിടത്തെ മേക്കപ്പ് അമ്മമാർക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ? മീശ ഒട്ടിക്കാൻ നേരത്ത് അവര് എന്ന് പറയാൻ പറയും. പിന്നെ മീശ ഒട്ടിക്കണേ ഗം വേണം, അതിലും അമ്മുണ്ട്. മൊത്തത്തിൽ അമ്മുണ്ടല്ലേ? അതെ, ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ കിടന്ന് കരീണ കണ്ട്. ഇറു എന്തിനു കരഞ്ഞത്? അതെനിക്കറിയാൻ പാടില്ല, ഭയങ്കര കരച്ചില്. ഇനി അവളെ കരച്ചിലും ഞാൻ കാണണോ? ചെയ്യാനാണ് ഒരായി പോയില്ലേ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. അല്ലല്ല, ഒന്ന് മാറി. അല്ല കുഞ്ഞേ, ഇത് നീ കരയുവാണോ നിന്റെ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യുവാണോ? ക്യാരക്ടർ രജിസ്റ്റർ ചെയ്തിട്ട് എന്തോന്ന് ചെയ്യാൻ? 4, 3, 7 വാക്കുണ്ട്. 7 വാക്കാ? ഓ, ഋഷി ശൃംഗൻ, ഋതു, ഋതുഭേദം, ഋതുമതി, പിന്നെ ഋഗ്വേദം. ഇതിൽ കൂടുതൽ വേറെ ഏത് വാക്ക്? നീ സന്തോഷിക്ക്, നിനക്ക് 7 എണ്ണമെങ്കിലും ഉണ്ടല്ലോ. ഒറ്റ അമ്പുജം വെച്ച് കളിക്കണ പുള്ളി. അത് മാത്രല്ല എനിക്ക് വിഷമം, എന്നെ എല്ലാരും കളിയാക്കണം. ആര് കളിയാക്കി നിന്നെ? ഞാൻ പറഞ്ഞ വഴിക്ക് അവൻ എന്നെ ഒരുപാട് കളിയാക്കി. അവൻ ഈയിടെയായിട്ട് ഇത്തിരി ജാട കൂടുന്നുണ്ട്. അവൻ വരട്ട്, നമുക്ക് 3 പേർക്കും കൂടി സംഘം ചേർന്ന് അവനെ ആക്രമിച്ച് തരിപ്പണമാക്കണം. അവനെ നമുക്ക് പടമാക്കണം. എന്റെ കൂടെ കട്ടക്ക് ഓക്കെ? അമ്മേ ഓടിക്കളയല്ലേ. അല്ലടാ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നീ വന്നു, നിന്റെ അപ്പുറത്ത് വേറൊരുത്തുണ്ടായിരുന്നല്ലോ, ആയിട്ട് 2 കുത്തിട്ട് അവൻ എവിടെ പോയി? അവൻ ഇങ്ങോട്ട് വരാത്ത, ഇല്ലെങ്കിൽ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. എനിക്ക് അമ്പുജങ്ങളുണ്ട്. ഒരു അമ്പുചോട്ട് അവനോട്ട്. അവൻ വരട്ടെ. ജയിക്കാൻ വേണ്ടി ജനിച്ചവണ്ടായി. നിനക്കെത്ര അത്ര ജാട കാണിക്കും. ഈ ജാട എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ജാ ഉണ്ട്, അതുകൊണ്ട് ജാട കാണിക്കും. നീ പോടാ.
നീ പറ. എന്നെങ്ങനെ പുച്ഛിക്കില്ല, ഈ കേരളം മൊത്തം ചായയാണ്. കേരളം മൊത്തം ചായ പിന്നെ എന്തോന്നു ചാ? ഞാൻ പറഞ്ഞുതരാം. കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പേരെന്താണ്? പിണറായി വിജയൻ. ചായ ഉണ്ടാ? ഇടയിലല്ലേ ചായ കിടക്കുന്നത്? ഇടയിലാണെങ്കിൽ ചായ ഉണ്ടാ. ഇതും പോട്ട് നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി. നിങ്ങളെല്ലാം ബഹുമാനത്തോടെ അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത്? മോദിജി. നേതാജി, ഗാന്ധിജി, ഇതിലെല്ലാം ജിയുണ്ട്. നമ്മള് 3G. അതിനകത്തുണ്ട് ജാ. അതുകൊണ്ടാണ് പറയുന്നത് ഈ കുടുംബത്തിൽ ജായ്ക്കാണ് ഏറ്റവും വലിയ മഹത്വം ഉള്ളത്. എടാ നീ കുടുംബത്തിന്റെ കാര്യം പറയല്. എന്താണ്? എടാ കുടുംബം ഉണ്ടാവണമെങ്കിൽ ഞാൻ വേണം. എവിടെ? എടാ കുടുംബത്തിൽ ആ ഉണ്ടെങ്കിലേ നടക്കൂ. എവിടെ? അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, അനിയൻ, അനിയത്തി, അമ്മാവൻ, അമ്മായി, അപ്പച്ചി, അതുകൂടെ അയൽക്കാരൻ, അയാൾ നമുക്ക് പരിചയമില്ലെങ്കിൽ അന്യൻ, അവര് തമ്മിൽ ഉടക്കിയ അലമ്പ്, അക്രമം എല്ലാത്തിലായിട്ട്. മലയാളം പിടി, തമിഴ് പിടി, തമിഴ്. അക്ക, അത്ത, അപ്പ. ഓക്കെ ശരി. എന്താ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആർക്കാണ്? വിജയ്. വിജയിൽ ജായ ഉണ്ട്, അജിത്ത് ജായ ഉണ്ട്, രജനീകാന്ത് ജായ ഉണ്ടല്ലോ. എടാ നീ നിന്റെ പാട്ടിന് പോടാ, നീ നിന്റെ പാട്ടിന് പോ. നീ നിന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോയി ഒരു തോറ്റു. പാട്ടിൽ ഏറ്റവും കൂടുതൽ ജായാണുള്ളത്. പാട്ട് പാടിയ ആൾക്കാർ KJ യേശുദാസ്, MG ശ്രീകുമാർ, ജാനകി, സുജാത, ജയചന്ദ്രൻ, ജാസി ഗിഫ്റ്റ്, വാണി ജയറാം, പിന്നെ മഞ്ചരി. മഞ്ചരിയിൽ എവിടെയാ? മഞ്ചരി ഞായരോടെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തോറ്റു പോവേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ജലം കുടിക്കാം കേട്ടോ. ജലത്തിൽ ജാ ഉണ്ട്. ജീവൻ നിലനിൽക്കണമെങ്കിൽ മാത്രം മതി കേട്ടോ. എടാ ഈ ജീവൻ നിലനിൽക്കാൻ ജലം മാത്രം പോരാ, ആഹാരം വേണം. ആഹാരത്തിൽ ആയുണ്ട്. ആഹാരം കഴിക്കണമെങ്കിൽ അടുക്കള വേണം. അടുക്കളയിൽ ആയുണ്ട്. അടുക്കളയിൽ അടുപ്പ് വേണം. അതിൽ ആയുണ്ട്. അടുപ്പ് മാത്രം പോരാ, അരി വേണം, ആട്ടുകല്ല് വേണം, അമ്മിക്കല്ല് വേണം. ഇതൊക്കെ ഉണ്ടാക്കാൻ ആളും വേണം. ഇതുപോലത്തെ ആൾക്കാരെല്ലാം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു വണ്ണം വയ്ക്കും. എവിടെ പോവും? ജിമ്മിൽ പോവും. യവൻ അങ്ങ് കൊന്നു കളഞ്ഞാലാ നിങ്ങളൊക്കെ ജയിലിൽ പോകും. ജയിലിൽ ചായ ഉണ്ട്. ഇവര് പിന്നെ അവിടെ കോളേജിൽ ജഡ്ജിയുണ്ട്. ജഡ്ജിയിൽ ചായ ഉണ്ട്. പിന്നെ ജാമ്യം കിട്ടാൻ ജാമ്യത്തിൽ ചായ ഉണ്ട്. എടാ മലയാള സിനിമയിൽ ഒരുപാട് ചായ ഉള്ള ആൾക്കാരുണ്ട്. നമ്മളെ ചിരിപ്പിച്ച ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ്, ജനാർദ്ദനൻ, പിന്നെ മനോജ് K ജയൻ, പിന്നെ നമ്മുടെ ജയൻ സാർ, അതിൽ ചായ ഉണ്ട്. അറിയാമോ? എന്നാലേ ഇവരെല്ലാം കൂടിയുള്ള സംഘടന എന്റെ പേരിലാണാ. അമ്മ. പക്ഷേ ചേച്ചി പ്രസിഡന്റ് ആണ്. ചേച്ചിയിലും ചായ ഉണ്ട്. ചേച്ചിയിൽ എവിടെ ഇരിക്കണേ? ചേച്ചി ചായ ഉണ്ട്. എവിടെ? ഇല്ല ചായ ഇല്ല. ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ജഡ്ജ്മെന്റ് ചെയ്യാൻ. ജഡ്ജ്മെന്റിൽ ചായ ഉണ്ട്. ജഡ്ജ്മെന്റിൽ ചായ ഉണ്ട്. എന്തൊക്കെ പറയാ നീ കൂടുതലെന്ന് പറയണേ. എന്തൊക്കെ പറഞ്ഞാൽ മലയാള ഭാഷയിൽ ആയാണ് കിടിലം. പോലെ കലണ്ടർ എടുക്കാം. കലണ്ടറിൽ ഇംഗ്ലീഷ് മാസം തുടങ്ങുന്നത് ജനുവരി ചായയാണ്. സ്കൂൾ തുറക്കുന്ന ജൂണിലാണ്. അത് ജൂലൈ ഉണ്ട്. കലണ്ടറിൽ നീ ഇല്ല. കലണ്ടറിൽ നീ ഞാനില്ലെങ്കിലും ഞാനുള്ള ഒരു അക്ഷരം കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അതേത് അക്ഷരം? അവധി. പക്ഷേ ജായാണ് ഏറ്റവും വലുത്. ജായ തോപ്പിക്കാൻ പറയാൻ സമ്മതിക്കണം. ഒരു കാര്യങ്ങൾ കേൾക്കണം. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന തുടങ്ങുന്ന ജായിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ കിടന്ന് വിളച്ചിട്ട് ഒറ്റ ഇടിയടിച്ച് നിന്റെ ജാ ഞാൻ ഈ ആക്കി കളയും. ഒരു കാര്യം ചെയ്യാം. യവൻ നമുക്ക് അക്ഷരമാലയെന്ന് പുറത്താക്കിട്ട് ചടുതിയിലെ ചായ എടുത്ത് കയറ്റിയല്ല. അതാകുമ്പോ ഇങ്ങനെ പെരഞ്ഞു കിടപ്പോളും. ഒറ്റ ഇടിയടിച്ചാണ്ടില്ല. ഇവിടെ ജാ മാത്രം മതി. ഒറ്റയ്ക്ക് മതി. കൂട്ട് വേണ്ട. ജാ മാത്രം മതി. നീ ഒറ്റയ്ക്ക് നിന്നോണ്ട. നിന്റെ അക്ഷരമാലയിൽ നമ്മൾ കളയാൻ പോവാ. നീ വേണ്ട. വിജയിക്കും. പാടാ നീ ഒറ്റയ്ക്ക് ജയിക്കും. നിങ്ങൾ ഇങ്ങനെ അമ്മെന്നും പറഞ്ഞോണ്ടിരിക്കാതെ എന്തെങ്കിലും പറയാനോ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ അക്ഷരങ്ങൾ ഇങ്ങനെ പിണങ്ങി ഒറ്റക്കൊറ്റക്ക് നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അക്ഷരങ്ങളൊക്കെ കൂടി ചേരുമ്പോഴാണ് നല്ല നല്ല വാക്കുകൾ ഉണ്ടാകുന്നത്. നല്ല നല്ല വാക്കുകൾ ഉണ്ടായാൽ നല്ല നല്ല കവിതകൾ ഉണ്ടാവും, നല്ല നല്ല കഥകൾ ഉണ്ടാവും, നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് പുതിയ തലമുറക്ക് വേണ്ടിയെങ്കിലും നമ്മൾ മലയാള അക്ഷരങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് കൈ കൊടുക്ക്. അത്ര തന്നെ. മലയാള ഭാഷ തന്മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയിലക്കരമുണ്ടിൽ തെളിയുന്നു.
ചേച്ചി ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സ് നമ്മള് പറയും ഈ കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും. അത് ഫ്രഷറാണ് അല്ലേ? ഇനി ഒരു ഫ്രഷ് കൂടെ പറയട്ടെ. ഏറ്റവും കൂടുതൽ രസകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ ഭാര്യ ഭർത്താവ് അടങ്ങുന്ന കുടുംബത്തിന്റെ തമാശകൾ ഏറ്റവും കൂടുതൽ ഈ ഫ്ലോറിൽ വന്ന് അവതരിപ്പിക്കുന്നത് റിയൽ ലൈഫിലെ ഒരു ഭാര്യയും ഭർത്താവുമാണ്. ആളെ പിടിയിട്ട് കാണുമല്ലോ, സനീഷ് ഏട്ടനും സിന്ധു ചേച്ചി. എന്നാൽ അവർക്കൊപ്പം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വഴിപ്പിടി മനോജേട്ടനും കൂടെ വരും. എങ്ങനെയുണ്ട് കോമ്പോ? സൂപ്പർ ആയിരിക്കൂലേ? ബാറ്ററി ഓണാക്കി ചേച്ചി. എനിക്ക് ചിരിച്ചോളാൻ വയ്യ. അപ്പൊ നമുക്ക് നല്ല കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം സനീഷേട്ടൻ, സിന്ധു ചേച്ചി ആൻഡ് മനോജ് വഴിപ്പടി. ഹലോ, എടാ സുരേഷ്, കണ്ടന്റ് പറയാൻ വിളിച്ചതല്ല. എടാ, എൻ്റെ ഭാര്യ ഒരാഴ്ചയായി അവൾ അവിടെ വീട്ടിലോട്ട് പോയിട്ട് ഇതുവരെ ഞാനൊന്ന് വിളിച്ചു ചോദിച്ചില്ലല്ലോ. കാരണം എന്താ? എനിക്ക് അവളെ സംശയമില്ല. പിന്നെ ഇപ്പം നിന്നെ വിളിച്ചത് നീ നൈസായിട്ട് അവിടെ വീട്ടിൽ പോയി തിരക്കണം, അവൾ അവിടെ തന്നെ ആണോ പോയിട്ടുള്ളതെന്ന്. നിന്നെ എനിക്ക് സംശയം ഉണ്ടോന്നോ? രണ്ടെണ്ണം അടിച്ചാൽ നിന്നെ അല്ല നിന്റെ അച്ഛനെ വരെ സംശയം ഉള്ളവനായി ഡൗട്ട് ശശി. നീ ഡാടാ പോകണ്ട, കറക്ക കമ്പനി വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട് പോട്ടെ. സവാരിയൊക്കെ അങ്ങ് കഴിഞ്ഞോ? എന്താ ഞാനിവിടെ നിൽക്കുമ്പോ എന്നെ ഭയങ്കര സംശയമായിരുന്നല്ലോ. ഇപ്പൊ സംശയമൊക്കെ അങ്ങ് തീർന്നോ? പോയിട്ട് ഒരാഴ്ചയായി, ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ. എടാ സതീശ, രമേശ, ഏതവനാ ബാഗിനകത്തിരിക്കുന്ന വെളിയിൽ വന്നു, അല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് കയറി വരും. നിങ്ങൾ ഇതെന്തോ കാണിക്കുവാ? നീ ബാഗിനകത്ത് വരാൻ നീ ആളിനെ വിളിപ്പിച്ചോണ്ട് വരും. എന്റെ പൊന്നദൈവമേ, ഇങ്ങനെ മുടിഞ്ഞ ഒരു സംശയം. എന്റെ കുട്ടിയെങ്കിലെ ഇന്നാളി ആ ഭിത്തിയിൽ ഒരു ചെലന്തി വന്നിരുന്നപ്പോ ഇയാള് പറയുവാ ആ ചെലന്തി എന്നെ വല വീശി പിടിക്കാൻ വന്നയാന്ന്. ഇവിടെ ചേതച്ചേച്ചി ഇരിക്കുന്നു, ശ്രീവിദ്യ ഇരിക്കുന്നു, എലീനാണ്ട് ആ പഠിക്കലിരിക്കുന്നു. എന്നിട്ടും ഇവള് കുട്ടികളിനോട് പോയി പറയണമെങ്കിൽ അവനാ നിന്റെ ചൂക്കാമുകൻ. അയ്യോ വേണ്ട, അതിന് വലിയ പ്രശ്നമാകും. ചേച്ചി കേക്കണം, ഇയാള് പറയുന്ന കേട്ടോ. അപ്പുറത്തെ റബ്ബർ തോട്ടത്തിൽ ഒരു മൂർക്കം പാമ്പിരുന്ന് ചീറ്റിയപ്പോ ഇയാള് പറയുവാ ആ റബ്ബർ വെട്ടാൻ വന്ന മുരുകേശൻ എന്നെ ശൂശൂന്ന് വിളിക്കുവാന്ന്. അത് മൂക്കം പാമ്പാന്ന് നീ എങ്ങനെ കണ്ട്? ഞാൻ പോയി നോക്കിയായിരുന്നു. അപ്പൊ നീ പോയി നോക്കി? നോക്കി. അപ്പൊ മുരുകനും മൂക്കം പാമ്പും അല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടെ പ്രശ്നം ആ ശൂശുവാ. ഒരു സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? കല്യാണത്തിന് അന്ന് നിന്നെ ഓർത്ത് ഞാൻ നോക്കുമ്പോ സൈറ്റ് അടിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമേ, അത് സൈറ്റ് അടിച്ചതാണോ? അവൻ ഒറ്റക്കൽ നടച്ചോണ്ട് ക്യാമറ കൂടെ ഫോട്ടോ എടുത്തു. അത്രയൊക്കെ അഭ്യാസം കാണിച്ചിട്ട് എന്റെ ഒരു ഫോട്ടോ പോലും അതിലില്ലായിരുന്നല്ലോ. അയ്യോ, എങ്ങനെ കാണും? നിങ്ങൾ എന്നെ ആരേലും നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പെടലിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാലേ അങ്ങനെ നിങ്ങൾ ഫോക്കസ് ഔട്ട് ആയതാ. എടി, താലി കെട്ടാൻ നേരം നിന്റെ ബന്ധുക്കാരെ മൊത്തത്തിൽ എനിക്കറിയാം, എന്നിട്ടും ഒരു പരിചയമില്ലാത്തവനാ നിനക്ക് താലി എടുത്ത് തന്നത്. അയ്യോ, അത് പോറ്റിയാ. പോറ്റിയെ കെട്ടി ആരാടി? കേട്ടെ വായിരിക്കുന്ന വല്ലോ കേട്ടെ. കല്യാണ പെണ്ണായ ഞാൻ വന്ന വണ്ടിയില് സുജാത വിത്ത് ശശിന്ന് എഴുതി വെച്ചപ്പോ ആ വിത്തിനെ സംശയിച്ച മുതലല്ല. അങ്ങനെ സംശയിച്ചത് കൊണ്ട് ആദ്യ രാത്രി തന്നെ നിന്റെ കാമുകനെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ലയോ? കാമുകനെ പിടിച്ചെന്ന് ആദ്യ രാത്രി കൂട്ടുകാരോടെ കള്ളു കുടിക്കാൻ പോയപ്പോഴേ സ്വന്തം വിഗ് ഊരി ആണിയെ തൂക്കിയിട്ട് തിരിച്ച് നാലുകാലേ വന്നപ്പം ആ വിഗ് എന്റെ കാമുകനാന്ന് പറഞ്ഞ് കവളം മടൽ വെട്ടി ആ വിഗിനെ തന്നെ നിങ്ങള്. ആ കല്യാണക്കാരോട് ഇട്ടേരെ. നിന്റെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോ നിന്റെ ആങ്ങളെ എന്നോടെന്തോ കാണിച്ചേ? എന്തോ കാണിച്ചു? അവൻ എന്നോട് വന്ന് ചോദിക്കുവാ അളിയൻ പിടിപ്പിക്കുവോന്ന്. അതിനെന്താ? ഗ്ലാസും കഴുകി വായും തുറന്ന് ഇന്ന് എന്റെ അടുക്കൽ അവൻ എക്സൈസുകാരൻ നമ്പർ തന്നിട്ട് പറയാ അപ്പുറത്തെ വാറ്റുകാരൻ സുരേന്ദ്രനെ അളി ഒന്ന് പിടിപ്പിക്കാനെന്ന്. അവൻ കാണിച്ചത് പറയുന്നു. അവൻ ഇവിടെ വന്നപ്പോ നിങ്ങൾ അവനോട് കാണിച്ചെന്താ? അതോടെ പറ, അങ്ങോട്ട് പറ. ഞാൻ പറയും. അവനോട് വന്നപ്പോ ഞാൻ ചോദിച്ചു നീ വിടുന്നോന്ന്. വിടുന്നളിയാ. ഇങ്ങോട്ട് ഗ്ലാസും കഴുകി വായും തുറന്നങ്ങ് ഇരുന്ന് ഒരു എലിവാളം കൊത്തിച്ച് അവന്റെ വായിലോട്ട് ഞാൻ അങ്ങ് ഇട്ട്. അല്ലേലും നിങ്ങൾക്ക് എന്റെ വീട്ടുകാരോട് ഒട്ടും സ്നേഹമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഒരാഴ്ചയായി ഞാൻ ഇവിടുന്ന് പോയിട്ട്. എന്റെ വീട്ടിൽ എന്തേലും വിശേഷം ഉണ്ടോ നിങ്ങളൊന്ന് തിരക്കിയോ? നിന്റെ വീട്ടിൽ എന്തോ വിശേഷം നടക്കുന്നത്? എന്തോ വിശേഷം നടക്കുന്നെന്നോ? ഞങ്ങളുടെ പശുമാമ പ്രസവിച്ച്. പരശുമാമ പ്രസവിച്ചോ? പരശുമാമനല്ല, പശുമാമ പ്രസവിച്ചു. അല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടുകാർക്കും കുഞ്ഞിക്കാല് കാണണമെന്നില്ലല്ലോ, പശുവിന്റെ കാല് കണ്ടാ മതി. എന്റെ അച്ഛനെ പശു എന്ന് വെച്ചാൽ എന്തോ ഒരു സ്നേഹമാണെന്നറിയാവോ? 5-6 വർഷമായിട്ട് അച്ഛൻ ഇപ്പൊ പ്രസവിക്കും നാളെ പ്രസവിക്കുമെന്നും പറഞ്ഞ് ആ തൊഴുത്തിലോട്ട് കണ്ണും നട്ടിരിക്കുമായിരുന്നു. അവസാനം എന്റെ അച്ഛന് ഡിപ്രഷൻ അടിച്ച് പ്രൈവറ്റ് ആശുപത്രിയിൽ 6 മാസം കിടന്നു. എന്തായാലും തിരിച്ചു വന്നപ്പം ഭാഗ്യം കൊണ്ട് ആ പശു പ്രസവിച്ചു. അത് ഭാഗ്യം കൊണ്ടല്ല,
6 മാസം നിന്റെ അച്ഛൻ ആ പ്രൈവറ്റ് ആശുപത്രി കിടന്നപ്പോൾ ആ പശുവിന് ഒരു പ്രൈവസി കിട്ടി. ഇയാളോട് പറയുന്ന നേരം കൊണ്ട് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പെറുക്കി അലമാരിക്കത്തോട്ടെന്ന് പറച്ചിൽ കേട്ടതൊന്നും SLCയുടെ സർട്ടിഫിക്കറ്റ്, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും SLCയുടെ 3 സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കുന്നു. ഇതെന്താ പടി? അതെ, ഫോട്ടോഗ്രാഫാ. നിന്നെ ആരാണ്ട് പറ്റിച്ച അതിനകത്ത് ഒറ്റ ഫോട്ടോ ഇല്ല. എന്റെ മനുഷ്യ, ഫോട്ടോഗ്രാഫ് അല്ല, ഇത് ഓട്ടോഗ്രാഫ്. എന്റെ ചേട്ടാ, ഇതിനകത്ത് ആൾക്കാർ എഴുതി, പിള്ളേർ എഴുതി വെച്ചേക്കുന്ന കാണണം. ചിരി 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 ചെഞ്ച അത്രയ്ക്ക് നല്ല ശുദ്ധവാസിയാന്നോടി. പറയടി, നമുക്ക് 2 ഇവിടെ അടിക്കാം ആപ്റ്റ് ആകുവാണെങ്കിൽ. അതെ, അതാണോ ആ രതീഷ് വിജീഷ് രമേശനും ഒക്കെ എഴുതി വെച്ചേക്കുന്നത്? നിങ്ങളൊന്ന് വായിക്കണം എന്റെ മനുഷ്യ. നീ ബോയ്സ് സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ഇനി ആണുങ്ങളുടെ പേര് മാത്രമല്ല, പെണ്ണുങ്ങൾ ആരും ഇല്ല. ഇനി അതേ പിടിച്ച് തുടങ്ങണ്ട. വേണ്ടേ, സൂസി എഴുതി വെച്ചേക്കുന്നുണ്ടോ? സൂസി അല്ലല്ലോ, ശശി അല്ലയോ? അയ്യോ, അത് യു എഴുതിയപ്പോ എ ആയി പോയതാ. മാധവന്റെ സ്നേഹത്തെക്കാൾ വലുതാണ് മാതാപിതാക്കളുടെ സ്നേഹം. വിവരമുള്ള കൊച്ചാ. കൊച്ചുപോണടി. റിയൂണിയന്റെ അന്ന് പിയൂണ് മാധവന്റെ കൂടെ ഒളിച്ചോടി. വിവരമുണ്ട്, വിദ്യാഭ്യാസവും ഉണ്ട്. നിങ്ങൾ ഇത് കാണുങ്ങോട്ട്. പ്രേമം ട്രൗസർ പോലെയാണ്, ഫ്രണ്ട്ഷിപ്പ് ഷഡ്ഡി പോലെയും. ട്രൗസർ ഊരിപ്പോയാലും ഷഡ്ഡി നിന്റെ മാനം കാക്കും. ബൈ രാജേഷ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബൈ രാജേഷ് അല്ല, രാജേഷിന് വയ്യ. അല്ലെങ്കിൽ ഇത്രയ്ക്ക് തീരം പിടിച്ച വാക്കുകൾ അവൻ എഴുതി വെക്കുവോ? നിങ്ങൾ അതൊക്കെ പോട്ടെ. നിങ്ങൾ ഇത് കണ്ടേ, അരുളിയിൽ വിടരുന്ന അരിമുല്ല പൂവേ. ഞാൻ ചോദിക്കട്ടെ, എവിടെ ഈ അരുളിയിൽ ഈ അരിമുല്ല പൂവ് ഇടുന്നേ? നീ ഇനി ഒരു പൂവും വായിക്കണ്ട, ബാക്കി പൂവ് ഞാൻ വായിച്ചോളാം. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് സരയൂ തിയേറ്ററിൽ കാണാം. അപ്പൊ എവിടായാലും കാണുന്നുണ്ട്. മുളങ്കാവിൽ വാസൂട്ടി വിക്സ്. ബുക്ക് നമ്മൾ ഷെയർ ചെയ്തു, ബെഞ്ച് നമ്മൾ ഷെയർ ചെയ്തു, ലൈഫ് കൂടെ ഷെയർ ചെയ്തു കൂടെ. അതാരാണ്? ഇതും മുളങ്കാവിൽ വാസൂട്ടിയാണ് താരം. മിണ്ടാത്ത തത്തേ, മിടുക്കിത്തത്തേ, കൊണ്ടുപൊട്ടേ ഞാൻ എന്റെ കുട്ടി. അതും മുളങ്കാവിൽ വാസൂട്ടി. വാസൂട്ടി അവിടെ കൂട് പണിത് വെച്ചേക്കുവാ. ഇതാ പൊന്നുപോലെ ഇത് പിടിച്ചേ. വാ, നമുക്ക് പോകാം. എങ്ങോട്ട്? ഇത് ശശിയുടെ വീടാ, ഇത് കൂടല്ല. വാസൂട്ടി നിനക്ക് അവിടെ കൂട് പണിത് വെച്ചിട്ട് നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോകാം. അന്ന് വാസൂട്ടി ഇന്ന് തീർക്കുക. നടക്കണേ. എന്റെ ദൈവമേ, പത്രപാത്രം. അയ്യോ, മൊബൈല് മാറ്റി നന്നായി. അല്ലെ എന്റെ വായിന്ന് വന്ന കല്ല് വീണ് ഇതിന്റെ സ്ക്രീൻ പൊട്ടിപ്പോയേ. ഭാര്യ തല്ലി അവശനാക്കിയ ഭർത്താവിനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ നിന്ന് തെറിച്ച് കാലിൽ വീണു. അവിടുന്ന് നീന്തി കയറി വന്ന ഭർത്താവിനെ തെരുവ് നായ കടിച്ചു. കടി കൊണ്ടോടിയ ഭർത്താവ് റോഡിലെ ഗട്ടറിൽ വീണ് മരിച്ചു. എന്റെ പൊന്നട, നിനക്ക് ആ ഭാര്യയുടെ തല്ലുകൊണ്ട് ചത്താ പോരായിരുന്നു. വെറുതെ അതേ വേറെ കിടക്കുന്നത്. ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട കാമുകന്റെ പേര് പറഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി. ഇതറിഞ്ഞ കാമുകൻ നേരിട്ട് വന്ന് പ്രശ്നം പരിഹരിച്ചു. ആ കാമുകന്റെ ഒരു മനസ്സേ, എന്നെ മനസ്സാ, നല്ല മനസ്സല്ലേ. വാസൂട്ടി, ഇഷ്ടമാണ് മുത്തേ, സ്നേഹമാണ് മുത്തേ, മറക്കില്ല മുത്തേ. സുജാത. അപ്പൊ ഇത് തത്ത, ഇത് മുത്ത്. ഇതേതാ ഇന്നത്ത്? സോറി എടുത്തു കേട്ടോ, അളിയാന്ന്. അപ്പൊ അവൻ നിന്നെ എന്റെ ആങ്ങളെ ആക്കിയിട്ട് അവൻ ആ ഭർത്താവാകാനുള്ള ശ്രമമാ. ഹലോ അളിയാ, ഐ ആം മുളങ്കാവിൽ വാസൂട്ടി. അറിയാം. പടം കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചായിരുന്നു. എന്റെ പേര് ഡൗട്ട് ശശി. ഡൗട്ട് ശശി? ഇങ്ങേർക്ക് ഭയങ്കര ഡൗട്ട്. അതല്ല, എനിക്ക് ഗ്രൗട്ടിന്റെ പണിയാണ്. ഗ്രൗട്ട് ശശി. ഓ, മേസ്ത്രി പണിയാണ്. അതിനെ പതിവില്ലാതെ രണ്ടുപേരോട് ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മുടെ ഓട്ടോ ഡ്രൈവറുടെ മോടെ കല്യാണമായിരുന്നു. അപ്പൊ കല്യാണത്തിന് കൂടാൻ വന്നപ്പോ ഇവള് പറഞ്ഞു ഇവിടെ ഒരു കൂട്ടുകാരന്റെ വീട് ഇവിടെ ഉണ്ടെന്ന്. ഞാൻ ഈ പഴയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണേ. അടിപൊളി. ഏതായാലും നല്ല സമയത്ത് തന്നെ വന്നിരിക്കും. ഇവളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഇവിടെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ദിവസം പറഞ്ഞില്ല, ബാക്കി വായുവിനെ കേൾക്കാൻ വന്നതാ. എന്റെ ദൈവമേ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തൊക്കെ തോന്നിയവാസങ്ങളാ കാണിച്ചെന്നറിയാവൂ. നേരത്തെ അവൻ ആവേശം കയറി വരും, അവൻ പറയട്ടെ. എന്റെ പൊന്നണിയാ, സത്യം പറയാലോ, ഒരു ദിവസം ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് 4 മണി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ സ്കൂളിന്റെ പുറകിൽ ഒരു കുറ്റിക്കാടുണ്ട്. ചെബുക്കുറ്റി അടിച്ചാൽ പൊട്ടിക്കും. പറയടാ. ഈ കുറ്റിക്കാടിന്റെ ഞാനും ഇവളും കൂടെ പമ്മി പൂച്ച പോലും ഇങ്ങനെ മമ്മി പോത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്നൊരു വലിയൊരു കുറ്റിച്ചെടിയുടെ മറയത്ത് പോയി കുറ്റിയുടെ മറയത്തിരിക്കണം. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പതുക്കി എഴുന്നേറ്റിട്ട് ആ കുറ്റിച്ചെടിയുടെ മേലെ ഇരിക്കുന്ന തുമ്പിയെ പിടിച്ചിട്ട് അതിന്റെ വാലെ കയറി കെട്ടിയിട്ട് കല്ലും കെട്ടിവിട്ടത് ഓർക്കുന്നുണ്ടോ നീ? എന്റെ ദൈവമേ, ആ കല്ലും കൊണ്ട് ആ തുമ്പി എങ്ങോട്ട് പോയത് പോലും അറിയത്തില്ല. ആ കല്ല് വന്ന് വീണത് എന്റെ നെഞ്ചത്താ. അളിയോ, ഇനി വന്നേ. കഥ ആദ്യമൊക്കെ കൊള്ളായിരുന്നു, നല്ലായിരുന്നു.
ഈ ക്ലൈമാക്സ് സമയത്ത് ഒരു തുമ്പിയെ ഗസ്റ്റായിട്ട് ഇറക്കിയിട്ട് നീ കഥയുടെ ഗതി അങ്ങ് തിരിച്ചു വിട്ടു. ജോർജ് കുട്ടി മോനെ, ദൃശ്യം 4 കഥ നീ എഴുതണം. ഞാനോ? ആ, അതിനുള്ള കഴിവ് നിനക്കുണ്ട്. എന്റെ പൊന്നളിയ ഇവക്ക് എഴുതി കൊടുത്തതല്ല പ്രശ്നം. ഇവക്ക് എഴുതി കൊടുത്ത ആദ്യത്തെ ഒരു ഓട്ടോഗ്രാഫ് ഉണ്ട് ഞാൻ. ഇവിടെ പറയുന്നേ എടി, നീ അതൊന്നും ഓർക്കാത്തോണ്ടാ. പിന്നെ ഇവിടെ പറഞ്ഞില്ല, പിന്നെ രണ്ടുപേരുടെ ബീച്ചിൽ പോകാൻ പറയുമ്പോ ഇരിക്കുവാണ്. അളിയാ ഇങ്ങോട്ട് കേക്കളില്ല. ഇവൾക്ക് ഞാൻ ആദ്യം എഴുതി കൊടുത്തൊരു നല്ല ഉഗ്രൻ ഓട്ടോഗ്രാഫ് ഉണ്ട്. കിട്ടിക്കാണും. നീ എന്റെ മോണോലിസ, സ്വപ്നത്തിൽ നീ എന്റെ മസാലസ, എനിക്കിഷ്ടം മസാല ദോശ. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. നിന്റെ ഈ ഒറ്റ മസാല ദോശ കാരണം ഡെയിലി എനിക്ക് ഇവള് മസാല ദോശയാ തരുന്നത്. എന്റെ മസാല തീറ്റി കണ്ടിട്ട് അപ്പുറത്തെ ചെല്ലപ്പഞ്ചായത്ത് ചോദിക്കുക, നീ നിത്യഗർഭിണിയാന്ന് തോന്നുന്നു. അതെന്നാ പണിയാ സോയാതെ നീ കാണിക്കുന്നത്? നിനക്ക് വല്ലപ്പോഴും ഇഡലി ഉണ്ടാക്കി കൊടുക്കത്തില്ലയോ? ഇഡലി ഞാൻ ഇവിടുന്ന് കഴിക്കും. അയ്യോ, ഇന്ന് ഇവിടെ ഇഡലി അല്ല. നിന്റെ 16 ഇഡലി എന്നിട്ട് ഞാൻ പോത്തോളാ. എന്റെ പൊന്നളിയ ഇവക്ക് മാത്രമല്ല, ആ ലിസിക്ക് എഴുതി കൊടുത്തത് ഞാൻ ഓർക്കണം. പരീക്ഷയുടെ തലേദിവസം ഉറക്കളച്ചിരുന്ന ഞാൻ എഴുതിയത്. അപ്പൊ നിനക്ക് ഉറക്കമില്ല, ബാക്കിയുള്ളവന് ഉറക്കത്തും ഇല്ല. എന്നാ സുന്ദരം വരികളാണെന്നറിയോ? 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിന്റെ എക്സവൻ കേറ്റി വെച്ച് വികാരപൂർണ്ണ റിസൾട്ട്. എക്സ് കയറ്റി വെച്ചാ പിന്നെ റിസൾട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ടടി, എനിക്ക് ആ ജസ്റ്റിക്ക് എഴുതി കൊടുക്കാൻ പറ്റിയില്ലടി. ഭാഗ്യം, അവളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എന്താ പറ്റി? വാക്കുകൾ തീർന്നു പോയില്ലേ? എനിക്ക് എന്റെ ദൈവമേ, കടൽ വെള്ളത്തിൽ ഉപ്പുക്ഷാമോ? പക്ഷേ ഞാൻ പാട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അതേത് പാട്ട്? വികാര നൗകയുമായി തിരമാലകൾ ആടിയുലഞ്ഞു. ആടിയുലയോടെ ആടിയുലയും വികാരമല്ലയോ? ആടിയുലയും പിന്നെ ആടിയുലയും. വേറൊരു കാര്യം ഉണ്ടായിരുന്നു. വേറെ നമ്മുടെ മഞ്ജുഷയിലടി, നമ്മുടെ മൂക്കിങ്ങനെ നീണ്ടിരിക്കുന്നു. അവക്ക് ഞാനൊരു സാധനം എഴുതി കൊടുത്തു. കിടുക്ക് സാധനമായിരുന്നു. വിശാല മനസ്സേ, വിദൂര മനസ്സേ, വികാരമുണ്ടെങ്കിൽ വീണ്ടും കാണാം. എടാ, അത് വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. വികാരം എന്റെ ഒരു ട്രേഡ് മാർക്കാ. ഞാൻ വികാരം ഇടയ്ക്ക് തള്ളി കേട്ടി. അറിയോ? വികാരം വിട്ടൊരു കളിയില്ല. പിന്നല്ലാണ്ട് ഞാൻ ഇവക്ക് മാത്രമല്ല, ലത, സുമ, രതി, എത്ര പെമ്പിള്ളാർക്കറിയാം എന്റെ വികാരം ഞാൻ ഓട്ടോഗ്രാഫിൽ കൂടെ ഒഴുക്കി വിട്ടു കൊടുത്തു. അപ്പൊ ഇവൻ മുളങ്കാവിൽ വാസൂട്ടിയല്ല, കളങ്കാവിലെ മമ്മൂട്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞു. നിന്റെ ഓട്ടോഗ്രാഫ് വായിച്ചപ്പോ നിങ്ങൾക്ക് ഭയങ്കര സംശയം. എന്റെ പൊന്നളി, അവൾ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവളും തമ്മിലുള്ള ബന്ധം എന്നാന്ന് അളിയൻ അറിയാൻ മേലാത്തോണ്ടാ. എന്താ എന്റെ പൊന്നളി, ഞങ്ങൾ പഠിക്കുന്ന കാര്യത്ത് ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരു പാത്രത്തിൽ ഉറങ്ങിയാണ് ഞങ്ങൾ ജീവിച്ചറിയോ? ഒരു പാത്രത്തിൽ ഉണ്ടതൊക്കെ ഒരു പാത്രത്തിലൊക്കെ കിടക്കുമെന്ന് പറഞ്ഞ ആ ബന്ധത്തിന്റെ തീവ്രത എന്ത്? ഇവക്ക് മാത്രമല്ല തീവ്രത കൊടുത്തു. എന്റെ ക്ലാസ്സിൽ പഠിച്ച ബാക്കി 34 പെമ്പിള്ളേർക്ക് ഞാൻ എന്റെ തീവ്രത വിളമ്പി കൊടുത്താ. നീ പാത്രത്തിലല്ല കഴിക്കുന്നത്, അണ്ടാവിലാ നീ കഴിക്കുന്നത്. എന്ത് പടി അളി ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, ഞാൻ പറഞ്ഞില്ലേ, ഓട്ടോഗ്രാഫ് വായിച്ചപ്പോ തൊട്ട് ഇങ്ങർക്ക് ഭയങ്കര സംശയം. എന്റെ അളിയ സംശയം ജീവിതം എന്ന് പറയുന്ന ഒരു നൂൽപാലത്തിൽ കൂടി പോകുന്ന സാധനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി കഴിഞ്ഞാൽ നമുക്ക് തപ്പണം കൊടുക്കുന്നു പറഞ്ഞാൽ തലപ്പ് താഴെ വീഴും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്തിട്ട് വേണം പോകാൻ. നീ വന്നേ. ഞാൻ അവക്ക് എഴുതി കൊടുത്ത ഓട്ടോഗ്രാഫിലെ ഏത് വരിക്കാണ് അളിയന് സംശയമുള്ളത്? എനിക്ക് വരിയില്ലല്ല സംശയം, പിന്നെ ഈ 2 വായി നോക്കിയോളാ എനിക്ക് സംശയം. ഓട്ടോഗ്രാഫ് വായിച്ചപ്പോ തൊട്ട് ഇയാള് നമ്മളെ രണ്ടുപേരുടെ കെട്ടിക്കാൻ നടക്കുവാന്ന്. എന്റെ പൊന്നളിയെ ഓട്ടോഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ കെട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ ബാക്കി 34 പെമ്പിള്ളേരെ ഞാൻ കെട്ടേണ്ടി വരത്തില്ലേ? 34 പേർക്ക് നീ കൂട് പണിതിട്ടില്ലല്ലോ. ഈ തത്തക്കല്ലയോ കൂട് പണിതിട്ടേക്കുന്നത്? അപ്പൊ ഇതിനൊരു പരിഹാരം നീ കാണണം. അതിനുള്ള പരിഹാരം ഞാൻ ആ ഓട്ടോഗ്രാഫിനകത്ത് 36ാമത്തെ പേജിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നീ വായിക്കണ്ട, ഇത് ദിവാകരനാണല്ലോ എഴുതിയേക്കുന്നത്. അയ്യോ, ദിവാകരനല്ല, വികാരൻ. എന്റെ ട്രേഡ് മാർക്ക്. നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഇതൊക്കെ എന്റെ വെറും കുട്ടിക്കളികൾ മാത്രം. ജസ്റ്റ് ഫോർ എ ഫൺ. അവ വെറുതെ തമാശക്ക് എഴുതുന്നേ. നീ വായിക്കടി ഇങ്ങോട്ട്. കൈ മെയ്യോട് ചേരുന്ന കാലത്തെ ഇത് അവസാനിക്കും. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ കാരണം വെച്ചാൽ നമ്മൾ കൈ മെയ്യോട് ചേരുക എന്ന് പറയുമ്പോൾ മരണശേഷമാണല്ലോ നമ്മൾ കൈ മെയ്യോട് ചേർന്ന്. എന്റെ മരണശേഷത്തിൽ മാത്രമേ ഞാൻ എന്റെ തൂലിക ചലിപ്പിക്കൽ നിർത്തത്തുള്ളൂ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അല്ലാതെ കൈ മെയ്യോടൊക്കെ ചേരും. ചുമ്മാ തളി അളിയും ചുമ്മാ തോന്നാണ്. ആര് പറഞ്ഞു? അളിക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കൈ എങ്ങനെ മെയ്യോട് ചേരുന്നത്? ഇത് കൈ, അത് കൈ, ഇത് മെയ്, ഇത് മെയ്യാണല്ലോ. അയ്യോ, കൈ മെയ്യോട് ചേർന്നോ? കറക്റ്റ് അവിടെ അപ്പുറത്തെ കൊണ്ട് തരട്ടെ? വേണ്ട. എന്താ? അത് മഞ്ജുഷയുടെ ഭർത്താവിന് വെച്ചിരിക്കുന്ന അവൻ ഇടത്ത് കൈ. തീർന്നില്ല. കൂട് വന്ന് ഇത്രത്തോളം കാലം ഇതിന്റെ ഫൈനൽ തീരുമാനം എനിക്കറിയണം. ആ ഫൈനൽ തീരുമാനം ഞാൻ എന്റെ 39ാമത്തെ പേജിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നീ വായിക്കണ്ട. നീ വായിച്ചു കഴിഞ്ഞാൽ പമ്മിയെ വായിക്കട്ടെ. ഞാൻ നല്ല പഞ്ചിൽ വായിച്ചോളിയോ. ക്ലൈമാക്സ്. അത്രേ ഉള്ളൂ. നല്ലൊരു
നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. എന്തോരം ചിരിച്ച എന്നെ കണ്ടിട്ട് മേക്കപ്പ് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീമാണ്. എപ്പോഴും എന്തെങ്കിലും ഓർമ്മിക്കാനുള്ള ഒരു കൗണ്ടർ ഇട്ടിട്ട് പോകും. നമ്മുടെ ആമയുടെ കൗണ്ടറൊക്കെ ഇവരുടെ ആയിരുന്നു. ഓട്ടോഗ്രാഫ് ബുക്ക് അടിപൊളിയായിരുന്നു. അതിൽ എഴുതിയതെല്ലാം കിടുക്കാശ് ഡയലോഗ്സ് ആയിരുന്നല്ല. പിന്നെ മനോജ് ചേട്ടാ അടിപൊളി, ഭയങ്കര രസമായിരുന്നു. ആ ക്യാരക്ടറിന് ഭയങ്കര രസം. ഇവിടെ ഈ സനീഷയുടെ സ്കിറ്റ് ആദ്യം കണ്ടു തുടങ്ങുമ്പം എനിക്ക് നല്ല പരിചയമുള്ള ഒരാളുമായിട്ട് ഈ പുള്ളി സാമ്യം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് ഈ മനോജണ്ണുമായിട്ട്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് വന്നപ്പോ നോക്കിക്ക് രണ്ടുപേരും മുഖം നിങ്ങൾ കാണാൻ ഒരുപോലെ, ഹൈറ്റ് ഒരുപോലെ. ആകെ ഇതിൽ വ്യത്യാസം അപ്പുറത്തൊരു കണ്ണാടി ഇപ്പുറത്തൊരു വിഗ്ഗുള്ളൂ. അതുകൊണ്ടാണ് സിന്ധുവിന് രണ്ടുപേരും ഇഷ്ടമാണ്. അങ്ങനെയാണ് ഈ കഥ വന്നത്. ഇപ്പോഴാ മനസ്സിലാവണത്. പ്ലോട്ട് ട്വിസ്റ്റ്. പക്ഷെ സത്യം പറയാണ്, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, ആസ് എ കപ്പിൾ ഔട്ട്സ്റ്റാൻഡിങ് ഡെലിവറിയാണ്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് വേറെ ലെവലിലാണ്. സത്യം പറയാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ മനോജേട്ടൻ പറയേ വേണ്ട. എന്തായാലും സൂപ്പർ. ആ നല്ലൊരു ടീമായി മാറി. ട്രേഡ് മാർക്ക് വികാരം. അതൊക്കെ പറയുമ്പോ അവിടെ ഭയങ്കര ചിരിയായിരുന്നു. ആക്ച്വലി ഇവര് റിയൽ ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആട്ടോ. ബോയ് ഫ്രണ്ട് അതല്ല, ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അല്ല ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഓട്ടോഗ്രാഫ് ഉണ്ടോ? ഈ കാലഘട്ടത്തിൽ ഓട്ടോഗ്രാഫ് ഉണ്ട്. ജസ്റ്റ് സ്ലാം ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ആൾക്കാരിലേക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ സമയത്തൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എത്രത്തോളം സമയത്ത് എന്തില്ല സ്ലേറ്റിലായിരുന്നു എഴുതുന്നത്. പനയോല ആണി വെച്ച് അതൊരു ദിവസം കൊണ്ടുവരണേ. അറിയില്ല. അപ്പൊ എന്റെ നല്ലൊരു കൗണ്ടർ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് പാറക്കല്ലിൽ ഓട്ടോഗ്രാഫ് എഴുതുകയാണ് എന്റെ അടുത്ത് പനയോല. ശരി, ബാറ്ററി നമുക്ക് നോക്കിയാലോ? കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി തുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി. ഞാനുണ്ട് ചേച്ചി, ഞാനുണ്ട്. എന്റെ ചേച്ചിക്ക് ഞാനുണ്ട് ചേച്ചി. എന്റെ ആളിയന്മാരാ, നിങ്ങൾ എന്റെ ആളിയന്മാരാ. ആ പാവം ഭാര്യ, ആ നിങ്ങളുടെ പാവം കാമുകി ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പെടയുകയായിരുന്നു സുഹൃത്തുക്കളെ. അത് കാണാൻ ആരുമില്ല. അതെ, ഞാൻ മാത്രം ഉണ്ടായിരുന്നു എന്റെ ചേച്ചി. ഒന്ന് കെട്ടിപ്പിടിക്കും മനുഷ്യ. വേണ്ട, ബോയ് ഫ്രണ്ട് അവിടെ നോട്ടെ. അടിപൊളി. അപ്പൊ എന്തായാലും ചേച്ചി 50,000 rupees, 50,000 രൂപ ചൂടോടെ. അപ്പൊ ഇതേ ആവേശത്തിൽ ഇനിയും കിട്ടിലും സ്കിറ്റുമായിട്ട് വരാം. ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. നമ്മൾ തിരിച്ചു വരുമ്പോ എല്ലാരും വിചാരിക്കും നമ്മൾ സ്കിറ്റാണ് കാണാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ സ്കിറ്റിന് പകരം ഒരു ചെറിയ ചേഞ്ച്, ഒരു പെർഫോമൻസ് കാണാം. നമ്മളോടൊപ്പം വേറൊരു കോ ആങ്കർ എന്ന് എനിക്ക് വേണമെങ്കിൽ വിളിക്കാം. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആണ്, സിനിമാ നടനാണ്, നമ്മുടെ സ്വന്തം രാജേഷ് കടവന്തറ. രാജേഷ് ചേട്ടനെ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഫ്ലോറിൽ കാണുന്നത്. ഞാനും ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലോറിൽ വരുന്നത്. സിനിമയുടെ തിരക്കുകളായിരിക്കും. അങ്ങനെയല്ല, കുറച്ച് ആളായി. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. അതും കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കോമഡി മാസ്റ്റേഴ്സിൽ ഇതിനു മുമ്പും ഒരു തവണ എപ്പിസോഡിൽ വരുന്നുണ്ട്. വീണ്ടും വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഖില്, അതുപോലെ തന്നെ കവലൂരേട്ടൻ, അവരുടെ കോമ്പിലും, പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഒരു പ്രത്യേകം താങ്ക്സ്. നമ്മുടെ ശ്വേത ചേച്ചി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അല്ലെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാജേഷേന്റെ വെടിക്കെട്ട് എന്ന് പറയുന്ന മൂവിയിലെ ഒരു ക്യാരക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും നോട്ടീസ് ചെയ്തത്. അപ്പം ഇന്ന് ഇവിടെ നമുക്ക് വെടിക്കെട്ട് രീതിയിൽ സ്പോർട്ടബിൾ അങ്ങ് തുടങ്ങിയാലോ? അതൊരു വെടിക്കെട്ട് ഐറ്റം ആണല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആദ്യം തുടങ്ങാം. അന്തരീക്ഷ നമുക്ക് ഒതരം ബില്ല്, ഇവർക്കൊന്നും ബില്ലില്ലേ? എന്നാ ഞങ്ങളും പുറത്തുനിന്ന് തന്നെ. ഞങ്ങൾ ആളുകള് സുനാമി വന്ന് പട്ടിണി കിടന്ന് ചാകാൻ കിടക്കുമ്പോ നിന്റെ കുറൂസ് നമ്മൾ ഇവിടെ നടത്തിക്കൂല. നിന്റെ കൗതാരി എനിക്ക് വേണ്ട. ഇവിടെ ഒരു കാരണവശാലും ഉറൂസ് നടത്തിക്കൂല. എന്റെ വീണ്ടും ചോരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടവേ ഉള്ളൂ, എന്റെ തന്തയുടെ. മാപ്പ് ജയം പറയൂല കേട്ടോ.
വാസുരി ചേച്ചി, വാസുരി ചേച്ചി, നീയാണോ? എന്താ ദാസപ്പ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കാൻ നോക്കുക. ഉണ്ണിത്താൻ ചേട്ടന് വാസുരി ചേച്ചിയുടെ വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? എന്നോടോ? ആ ഇല്ലല്ലോ. എന്താ ദാസപ്പ? ഷേ, അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തുടങ്ങിയോ? അസുഖവോ? എന്താ? എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ രാവിലെ. ആ അത്രേ ഉള്ളൂ. എപ്പോഴൊന്നും പറയുന്നില്ലതോ, അല്ലാതെ വേറെ എനക്കിടൊന്നുമില്ല. മിണ്ടുന്നില്ലേ? ആ എനിക്കൊന്ന് കാണണമല്ലോ. എവിടെയാ? വല്ല ആശുപത്രിയിലാണോ? അല്ല, കക്കൂസില. പേടിക്കാനൊന്നുമില്ല, വാ കാണിക്കാം. ഓടി പറഞ്ഞു വന്നാണ് ഞങ്ങൾ. ബിനിച്ചേട്ടൻ അവരോട് ദേഷ്യപ്പെട്ടായിരുന്നു. ആള് 2-3 ദിവസമായിട്ട് അത്ര നോർമലല്ല. ഞാൻ വെറുതെ നടന്നു പോകുമ്പോ റിമോട്ട് എടുത്തെറിയ, ഭക്ഷണം കഴിക്കുമ്പോ ചോറ് വരെ എറിയ. ദേ ആ വീട് കണ്ട, അതാണ് അനാമികയുടെ വീട്. നമ്മുടെ അനാമിക മരിച്ച വീട്. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മലയാള സിനിമ ഉണ്ടാക്കുന്നത്. ഒറ്റക്ക് വൈകിട്ട് വന്നോടാ ഞാൻ, ഒറ്റക്ക് വന്നോടാ കളിയാക്കുന്നോടാ പട്ടികളെ, ഓടി ക്ഷമീൻ ചെയ്യുന്നോടാ പട്ടികളെ. Violence, violence, violence. I don't like. I avoid. But violence likes me. I can't avoid. വീട്ടിൽ കഴിക്കാനോടൊന്നും ചോദിച്ചിട്ടല്ല സാർ. 5 പേർക്കുള്ള പൊതിച്ചോറുമായിട്ടൊക്കെ ഞങ്ങൾ അമ്മയോട് പറയാറ്. സർക്കാർ ആശുപത്രിയിൽ ആ 5 പൊതിച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ കമ്മ്യൂണിസം. സ്കൂൾ മുതലുള്ള ശീലമാണ്. അതിപ്പോ എത്ര വലിയവരാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിന് പറ്റില്ലെങ്കിൽ സ്റ്റാൻലി ജോൺ സദാശിവ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും. വെണ്ണിമലയെന്ന് കത്രി മധുരം ഒട്ടും പയ്യ സുന്ദരി കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 83. കൊച്ചു പെണ്ണയും കുട്ടിയെ വന്ന്. പിന്നെ ദാസ്, കണ്ണ് കാണാൻ മേല, ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരന, തീവണ്ടി ദാസ്. അപ്പൊ മാളിപുരത്തിന് ശബരിമല പോണം, അയ്യപ്പനെ കാണണം. ആ വഴി നടക്കാം. ശരിക്കും മാളിപുറം അയ്യപ്പനെ കണ്ടിരിക്കും. സ്വാമി ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് സ്വാമിക്ക് അറിയില്ല. സത്യം സൂപ്പർ, അടിപൊളി. താങ്ക് യു. ഇതിനപ്പുറം ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിക്കും. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ലേച്ചിങ്ങനെ പോവായിരുന്നു അതിലേക്ക്. ഈ റെഗുലർ ഡയലോഗ്സോ റെഗുലർ കട്ടിങ്സോ ഒന്നുമല്ല, അതാണ് അതിന്റെ പുതുമ. ആൻഡ് ഒരു ഫ്ലോയില് നമ്മൾ എല്ലാരെയും കണ്ടു. അല്ല, യൂഷ്വലി ഒരു ഗ്യാപ്പെങ്കിലും ഉണ്ടാവും ഒരു ആർട്ടിസ്റ്റ് കഴിഞ്ഞ്. ഇത് ഒരു എന്താ പറയുക, കോർത്തിരുന്ന് ഒരു നല്ല ബ്യൂട്ടിഫുൾ ഇതായിരുന്നു. സൂപ്പർ. താങ്ക് യു. ആസിഫിക്ക നമ്മുടെ ഫ്ലോറിൽ വന്നാൽ എങ്ങനെയാ, അതൊന്ന് പറയോ? ആ ഞാൻ ഒന്ന് ശ്രമിക്കാം. ഹായ്, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു. ഏതായാലും ഭയങ്കര സന്തോഷം ഇവിടെ വരാൻ പറ്റില്ല. ശ്വേത മാം, ഞങ്ങള് സോൾട്ട് പേപ്പർ എന്ന സിനിമയിലാണ് എന്നെ മാമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഏയ് രാജേഷ് ബ്രോ, എന്നിട്ട് വിശേഷം? സുഖം സുഖം. എന്റെ സിനിമയൊക്കെ കാണണം. ഓക്കെ, താങ്ക് യു. ആ വർത്താനം മാത്രമല്ല, ആ തലയാട്ട് കറക്റ്റ് ഏകദേശം വരുന്നുണ്ട്. പണ്ട് ഫിഗർ, അതായത് ആസിഫിക്കയുടെ വിത്ത് ഫിഗറിൽ വോയിസ് ചെയ്യുമായിരുന്നു. നമ്മുടെ നാടിനെ ഹിറ്റാക്കിയത്
ആസിഫൊക്കെയാണ്. ആക്ടിങ് അതൊന്നും പറയാ. ആറ്റിങ്ങിലാണോ വീട്? ആറ്റിങ്ങിൽ HDFC ബാങ്കിൽ ഒരു ബാസ്കറ്റ് എന്തായാലും അറിയോ? We were in Bangalore together. Actually, അഴകരോടുന്ന ഫിലിമില്ലേ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കാവ്യമാധ മൂന്ന് കുരങ്ങന്മാരെ പടം വരക്കില്ലേ, അതിൽ ഇങ്ങനെ ഏറ്റത്തിരിക്കുന്ന കുരങ്ങൻ ഞാനാ, അല്ല പയ്യൻ ഞാനാ. അവൾ ഒരു ഫ്രോഡാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഊപ്പോ ഈ ആസിഫിക്കയുടെ ഫിഗർ ചെയ്തിരുന്നു എന്ന് പറയുമ്പോ ഇപ്പം ഏതെങ്കിലും ഒരു ഫിഗർ പോലെ തോന്നിക്കുന്നുണ്ടോ? എനിക്ക് തോന്നിയെന്നറിയോ, RDXലെ വില്ലൻ വിഷ്ണു അഗസ്ത്യല്ലേ അല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്? ഇങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ലുക്കിലാന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ ഒന്ന് മുടിയും കൂടെ ഉണ്ടെങ്കിൽ, അതായത് പുള്ളിക്കാരന്റെ കുറച്ചുകൂടെ ഒരു ബുഷി ഹെയർ പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതുപോലെ ഉണ്ട്. അവൻ പടം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇരിക്കുമ്പോ അല്ല ഞാനിപ്പോ അതാ ആലോചിച്ചത്, എങ്ങനെയെങ്കിലൊക്കെ സിനിമയൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പക്ഷേ ഉണ്ടല്ലോ, വീണ്ടും ഫിഗർ ഷോയിലോട്ട് പോകേണ്ടി വരുമോ? സ്വന്തം സൗണ്ടും ഭയങ്കര നല്ലതാ. അതെ, thank you. ആങ്കർ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതൽ അടുപ്പിക്കാത്തത്. വില്ലനാ വെടിക്കെട്ട് സിനിമയില്. അതെ അതെ, സ്പുട്നിക് അങ്ങനെയല്ല ക്യാരക്ടർ. നൈസ് നൈസ്. പുതിയ വിശേഷങ്ങൾ വീണ്ടും ഒരു പടം റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. പുഞ്ചിരി മുറ്റത്ത് ഇട്ടിക്കോര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്ത ഡയറക്ടറിന്റെ സെക്കൻഡ് മൂവിയിൽ ഒരു തമിഴ് പടത്തിലോട്ട് ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. ആ കണക്ഷൻ വേഗം സക്സസ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോഴും തിരിച്ച് ഞങ്ങൾ വിളിക്കുമ്പോ വരണേ. ഉറപ്പായിട്ടും. അതാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് കിടക്കാം. ഇനി എന്താണ് നമുക്ക് കാണാൻ പറ്റാം? ഞാനേ ശ്വേത മാം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഒന്ന് മുമ്പ് ചെയ്ത വോയിസുകളിലോട്ടൊന്ന് പോയാൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കണു. ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ ഞാൻ ബാബുരാജേട്ടന്റെ ശബ്ദം ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യണത് ഞാനാണ്. അപ്പോൾ ആ സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ മാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ സിനിമയിലാണ് ബാബുരാജേട്ടൻ ആദ്യമായിട്ട് കോമഡി ചെയ്യുന്നത്. അപ്പൊ ആ ഡയലോഗ് ഒന്ന് ചെയ്യാം. സാറേ ഇപ്പൊണ്ടാ മുളകോ അല്ലെങ്കിൽ ഞങ്ങള് കള്ളൂടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഹായ് പച്ച എന്റെ പൊന്നു കുമാരേട്ടൻ രാധാസു. രാജേഷ് ബ്രോ ആണ് സത്യത്തില് ഈ ആരും അനുകരിക്കാത്ത കുറെ സ്റ്റാറുകൾ ആദ്യമായിട്ട് അനുകരിച്ച് തുടങ്ങുന്ന കൂട്ടത്തിൽ ഒരാൾ രാജേഷ് എന്നാണ്. ഇനി വരട്ടെ, കാണട്ടെ ഞങ്ങൾ പഴയ പെർഫോമൻസ് ഒക്കെ ഇനിയും പൊടി തട്ടി ഇറക്ക്. കടലിൽ പോരുന്നു വരുന്നത് ഞാൻ ഒരാളുടെ പേര് പറയാതെ ചെയ്യുക, മനസ്സിലാവുകയാണെങ്കിൽ കൈയടിക്കുക. ഞാൻ നിങ്ങളോടും കൂടിയാണ് പറയണത്. നിന്നോട് ഞാൻ പച്ചക്കോലിന് ചുമന്ന് മുട്ട് പിടിപ്പിച്ച പാർട്ടി വേസ് അട്ടടിക്കാനല്ലേ പറഞ്ഞത്? ഇത് നല്ല മലയാള. കൊടംപുളി ഇട്ട് വെച്ച കലക്കും. 1-2 കൊള്ളാം. അടിപൊളി അടിപൊളി. എന്തായാലും കുറെ നല്ല വീണ്ടും പെർഫോമൻസ് വൈസ് അല്ലെ, ഒരു വെടിക്കെട്ട് പോലെ നമുക്ക് സ്പോട്ട് അപ്പിന്റെ കുറെ സൗണ്ടുകൾ കേൾക്കാൻ സാധിച്ചു. എല്ലാം ഭയങ്കര കിടിലുമായിരുന്നു. ഇനി ഞങ്ങളത് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. യെസ് അഖിൽ ചേട്ടാ, പഴയ വീണ്ടും കിട്ടി. എനിക്കറിയാം രാജേഷിന്റെ ഒക്കെ ഗ്രോത്ത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് നമ്മൾ മിമിക്രി തുടങ്ങുന്ന സമയം തൊട്ട് അവൻ ചാനൽ പരിപാടിക്കാരും നല്ല ഡെഡിക്കേഷനാണ് രാജേഷ്. അതായത് അവൻ മെനക്കെട്ടിരുന്ന് പഠിക്കും. നമ്മളെ ഭയങ്കര ഉഴപ്പാണ്. അവൻ സ്റ്റാർ മെനക്കെട്ടിരുന്ന് പഠിച്ച് അവൻ്റെ ആ അറ്റേർ തന്നെ അറിയാം. പക്ക പ്രൊഫഷണലാണ് രാജേഷ്. ഏത് വേദിയിൽ വന്നാലും അവൻ അവൻ്റെതായ നീറ്റ്നെസ്സും പരിപാടിയും. അപ്പൊ രാജേഷേടാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞാല് നമ്മുടെ ഒരു കോള് വരുമ്പോൾ വരണം ഇങ്ങോട്ടേക്ക്. ചേട്ടൻ ഇവിടെ നമ്മളോടൊപ്പം ഉള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആണ്. ഡു ജോയിൻ us. താങ്ക് യു സോ മച്ച്. താങ്ക് യു കോമഡി മാസ്റ്റേഴ്സ്. നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൊമെന്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ബിക്കോസ് മൊത്തം ഒരു ലാവൻഡറിന്റെ ഒരു വസന്തം അല്ലേ, ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്കൊന്നും ഞാൻ കുറച്ചുകൂടി ഭയങ്കര ജെല്ലപ്പായി പോയി ഇതിലേക്ക്. ഇവിടുന്ന് നോക്കുമ്പോ നല്ല ഭംഗി കാണാം. ഈ ഒരു ബാക്ക് ഡ്രോപ്പില് എലിന ഡ്രസ്സൊക്കെ ഇട്ട്. ഇതിനൊരു കാരണമുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ ഒരു സ്പെഷ്യൽ മൊമെന്റില് ഇങ്ങനെ ഒരു ഹോം സെറ്റ് ആയിട്ട് ഞാൻ വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ടാവും. എന്താണ് ആ റീസൺ എന്നാന്നുള്ള പറയുന്നതിന് മുമ്പ് അതിന് കാരണക്കാരായ രണ്ടുപേരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയ ഇസ്മായിൽ ഖാലിദ് ആൻഡ് ഇബ്രാഹിം ഖാലിദ്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. വെൽക്കം. ഹായ്. ഒരുപാട് സന്തോഷമുണ്ട് രണ്ടുപേരെയും ഈ വേദിയിൽ കാണാൻ സാധിച്ചതിൽ. ശരിക്കും പറഞ്ഞാൽ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഫാനാണ് ഞങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു MDയുടെ ഫാൻ ആവാന്ന് പറയുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ. അങ്ങനെ ഖാലിദ് സാറിന്റെ ഒരു വലിയ ഫാൻ അസോസിയേഷൻ തന്നെയുണ്ട് ഇവിടെ. സാറ് ഇവിടെ ഒരിക്കൽ വന്ന് നമുക്ക് തന്നൊരു വൈബ് എന്ന് പറയുന്നത് അല്ലേ ശ്വേത ചേച്ചി? ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എല്ലാവരും ആലോചിക്കായിരിക്കും എന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഈ ഒരു തോട്ടത്തിൽ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പൊ അതിന് മുമ്പ്
നമുക്ക് കമ്പനിയെ കുറിച്ച് ആദ്യം സംസാരിക്കാം, അതിനുശേഷം എന്താണ് സർപ്രൈസ് എന്നുള്ളത് ഞങ്ങൾ പറയുന്നതായിരിക്കും. യെസ്, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ പുതിയ വിശേഷങ്ങൾ കേൾക്കട്ടെ. നമസ്കാരം, വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എത്താൻ സാധിച്ചതിൽ. കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുഡ് ബൈ ഗ്രൂപ്പിന്റെ ഒരു ബ്രാൻഡാണ് ക്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ സോപ്പായിരിക്കും ഫെമിലിയർ, ബട്ട് ആസ് എ ഗ്രൂപ്പ് ഞങ്ങൾക്ക് മറ്റ് ബ്രാൻഡ്സും ഉണ്ട്. ഹെർബോഷ് എന്ന് പറഞ്ഞ ഒരു ഹെർബൽ കോസ്മെറ്റിക് ബ്രാൻഡ് ഉണ്ട്. അതുകൂടാതെ മലമ്പുഴയിൽ പ്രീമിയം വെൽനസ് റിസോർട്ട് ആയിട്ടുള്ള ഓറുവോയർ വെൽനസ് റിസോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ക്യൂട്ടിയുടെ തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ചാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. യെസ്, അതെന്താന്നുള്ളത് നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ശ്വേത ചേച്ചിയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ചേച്ചി, പ്ലീസ് ജോയിൻ വിത്ത് us. പൂക്കൾ മയമാണ് ഇവിടെ ഫുൾ. ഇവൻ യു ഓൾസോ വെയറിംഗ് സംതിങ് ഇൻ ഫ്ലോറൽ. സോ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. ആൻഡ് ആസ് യു ഓൾ നോ, നമ്മുടെ സ്കിറ്റ് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാറുണ്ട് ഈ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ. ഈ ഹാമ്പറിന് ഇവിടെ ഭയങ്കര തല്ലുപിടിയാണ്. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ പ്രോഡക്റ്റ് ഉണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് എന്ന് നമ്മൾ പറയെങ്കിലും സോപ്പ് മാത്രമല്ല, ഇപ്പോൾ സാർ മെൻഷൻ ചെയ്തപോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തായിരിക്കും പുതിയ പ്രോഡക്റ്റ്, അതെന്താന്നുള്ളത് നമുക്കൊന്ന് അറിയണം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഏതാന്നുള്ളത് കാണാം. എന്തൊരു സോഫ്റ്റ്, ഇത്തിരി മതി കൈ കഴുകാൻ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ്. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വെച്ചിട്ട് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ 2 ഫ്രാഗ്രൻസ്, വാട്ട് ലാവൻഡർ ആൻഡ് സാൻഡൽ 2 ഹാൻഡ് വാഷ് ലോഞ്ച് ചെയ്യാണ് നമ്മൾ ഒഫീഷ്യലി ഓൺ ദിസ് സ്റ്റേജ്. അപ്പോൾ ഇബ്രാൻ, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യൂട്ടി നമ്മൾ ആദ്യമായിട്ടാണ് ഹാൻഡ് വാഷ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. സോ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാർക്കറ്റിൽ നോർമൽ ആസിഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് വാഷ് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ എല്ലാം കൊണ്ടും നമ്മൾ കുറേ കാലം അതിനെക്കുറിച്ച് പഠിച്ച് ഞങ്ങൾ ഏറ്റവും അഡ്വാൻസ് R&D ചെയ്തിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. സോ ലോഞ്ചിങ്ങിൽ ഞങ്ങൾ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഞങ്ങൾ ബൈ 1 get 1 ഫ്രീ ഓഫറോട് കൂടിയിട്ടാണ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം. അതാണ് ഏറ്റവും പ്ലസ് പോയിന്റ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് ദ ഫ്രേഗ്രൻസ് ഹാൻഡ് വാഷ് ഇസ് ദി ബെസ്റ്റ്. അത് മാത്രമല്ല, ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത് ബൈ 1 get 1 ഫ്രീ എന്നുള്ള രീതിയിലാണ്. സോ ഇഫ് യു പർച്ചേസ് ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ഫ്രീ കിട്ടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. ക്യൂട്ടിയുടെ എല്ലാ പ്രോഡക്ട്സും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ഒരെണ്ണം ഫ്രീ കിട്ടാന്ന് പറയുമ്പോൾ ആടി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ സാറിനോട് ചോദിച്ചിരുന്നു, എല്ലാവർക്കും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഹാമ്പർ ഉണ്ട്, ഞങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഹാമ്പർ കിട്ടുക, എല്ലാം തികഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പർ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളാണ് കമ്പനി നയിക്കുന്നതെന്നുള്ളത് അറിയാം. അതുകൊണ്ട് സാർ ഇവിടെ ഇല്ല, ഇവരോട് ചോദിക്കാം. അതുകൊണ്ട് സാറില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഇപ്രാവശ്യം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുകയാണ്. എന്നാ ഞാൻ അവരെ കൂടെ വിളിച്ചോട്ടെ. ഗൈസ് കം ഓൺ കം ഓൺ, വാ 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 വാ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇത്രയും കാലം നമ്മളുമായിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ദാ ഞങ്ങൾക്കും ലഭിക്കാൻ പോവുകയാണ്. ഗൈസ് see what I have. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ദാ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. കവർ വെച്ച് ചെറുതായി പോയെങ്കിലും കുഴപ്പമില്ല, ഇതിലെല്ലാ സാധനം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ കം ഓൺ. അഖിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അടി ഉണ്ടാക്കുന്നത്. യെസ്, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളുടെ വിസിൽ താരം അഖിൽ. താങ്ക് യു. മറ്റൊരു അഖിലിന് നമുക്ക് നൽകാം. അഖിൽ കവലിയൂർ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അങ്ങനെ ഇന്നത്തെ മെയിൻ ആയിരിക്കുകയാണ്. അടുത്തായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിജീവിയായ വിദ്യ കാസർഗോഡേക്ക് ഇത് എത്തും കേട്ടോ. ഇത് കാസർഗോഡ് വരെ എത്തും. അപ്പം കേരളത്തിൽ അങ്ങേ അച്ഛൻ വരെ ഉണ്ട്. അതെ, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എന്ന് പറയുന്ന പോലെ. യെസ്, ശ്രീവിദ്യ
കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് ട്രിവാൻഡ്രത്ത് നമുക്ക് വേണമെങ്കിൽ ആലിസ് ട്രിവാൻഡ്രമാണ്, അതുകൊണ്ട് ആലിസിന് നൽകാം. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചിയാണ്. But then she's part of this Cutie the Beauty Soap. ആദ്യത്തെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് ശ്വേത ചേച്ചിയായിരുന്നു. അതുകൊണ്ട് ശ്വേത ചേച്ചിക്ക് ഇവരുടെ ഒരു ലാസ്റ്റ് എന്ന് പറയുന്നില്ല, പുതിയൊരു പ്രോഡക്റ്റും കൂടെ. യെസ്, Cutie the Beauty Soapന്റെ ഗിഫ്റ്റ് ഹാമ്പർ ശ്വേത ചേച്ചി. ഇനി എല്ലാ എപ്പിസോഡും കറക്റ്റ് Cutie the Beauty Soap എന്ന് പറയുന്ന നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമായ യെലീന പടിക്കൽ. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ ശ്വേത ചേച്ചിയുടെ പിന്നാലെ ഞാനും നിങ്ങളുടെ Cutie the Beauty Soapന്റെ പ്രോഡക്റ്റിന്റെ ഒരു ലോഞ്ചും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ എന്നെ വാക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ. ബൈ 1 get 1 ഫ്രീ. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യും. ഇനി വീട്ടിൽ ഫുൾ ക്യൂട്ടിയുടെ പ്രോഡക്ട്സ് കൊണ്ട് അങ്ങ് നിറയും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ബൈ 1 get 1. ഇവിടെ ഉണ്ട് ബൈ 1 get 1. സോ താങ്ക് യു സോ മച്ച്. കാളി സാറിന് ഞങ്ങളുടെ അന്വേഷണം പറയണം. ഇനിയും പുതിയ പ്രോഡക്റ്റുകൾ ഇതുപോലെ ലോഞ്ച് ചെയ്യാൻ സാധിക്കട്ടെ, അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്കും സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വിത്ത് ദിസ് ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ ആരുമല്ല, ബട്ട് Cutie the Beauty Soap ആണ്. അതുകൊണ്ട് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.